ജെനി, നിങ്ങൾ പോട്ടെ മോളെ, സമയം വൈകി. ഇവനും എനിക്കും നാളെ പോവേണ്ടതാ. ഓൾസോ I have a surprise for you. Take this keys. Chucheta, are you serious? Oh my god, my favorite car! Rolls-Royce Ghost. Narrating, my dear. നീ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ബട്ട് ചേട്ടനൊരു കണ്ടീഷൻ ഉണ്ട്. നീ ലൈസൻസ് എടുത്താൽ മാത്രമേ ഈ കാർ ഓടിക്കുള്ളൂ എന്ന്. പ്രോമിസ്? ഹാ Chucheta, promise. Love you, Chucheta. അപ്പൊ പോട്ടെ. അയ്യോ പോവല്ലേ. ഇവളെ അങ്ങ് കൊല്ലട്ടെ. എനിക്ക് ഇവിടെ പിടുത്തൊട്ടും പിടിക്കുന്നില്ല. മറ്റേ രണ്ടെണ്ണത്തിനെ കയറി പിടിച്ചാ പോരെ, ഇയാളുടെ മാത്രം കയറി പിടിക്കുന്നു. ഇവരൊക്കെ പോവുക. ഓൾസോ എനിക്ക് നൈറ്റിൽ ഒറ്റയ്ക്ക് കാറിൽ പോകാൻ പേടിയാ. സോ ജിച്ചേട്ടൻ കൊണ്ടുവരുമോ പ്ലീസ്? അപ്പോ വിശാൽ ആൻഡ് വിൻസ്റ്റൺ? ഞാൻ വേറെ ഡയറക്ഷനിലാ പോണേ. നാളെ ഇമ്പോർട്ടന്റ് കമ്പനി മീറ്റിംഗ് ഉണ്ട്. സോ ഐ കാൺട്ട്. Me and Jeevan have plans today, so we also can't. Okay then, come with me, Jenny. അവൾ നേരെ പാസഞ്ചർ സീറ്റിലിരുന്നു. അവൾ എന്തിനാ പാസഞ്ചർ സീറ്റിലേക്ക്? She could have seated at the back. But no, she has to be the passenger princess. ജിത്തു, ചുമ്മാതിരിക്കെ. നീ മെച്ചുവേർഡ് അല്ലേ? ഒരു കുട്ടിക്കെതിരെ എന്തിനാ തിരിയണേ? ജിച്ചേട്ടാ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല ജെനി, we were just talking some kind of serious things. എന്ത് സീരിയസ് തിങ്സ്? എല്ലാം അറിയണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മിണ്ടാതിരിക്കും. Jiten, stop it. Shut your mouth and keep the conscience. The fuck are you on there? You know something? Bye. Have fun with your little sister and just fuck off. Jitu, what the hell are you doing? Minding my own business. Now get lost. ജിച്ചേട്ടാ, ഞാൻ കാരണല്ലേ. ഞാൻ സംസാരിച്ചോട്ടെ? വേണ്ട ജെനി, he just lost his mind. Let's go. Also, Eric, നീ അവനെ ഒരു 15 minutes കഴിഞ്ഞ് നോട്ട് ചെയ്യ്. ഞാനിവിടെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം. Okay, boss. Hello, I need him here right now. പോവാം. ജിച്ചേട്ടാ, ജിച്ചേട്ടനെ അറിയോ? നിങ്ങൾ ഡാഡി യൂസ് ടു പ്ലേ കാർപൂൾ. അതെന്നാന്ന് വെച്ചാൽ കാറിന്റെ ഉള്ളിൽ പാട്ട് വെക്കും, എന്നിട്ട് ഡാൻസ് ചെയ്യും അതിനനുസരിച്ച്. ജിച്ചേട്ടാ, ജിച്ചേട്ടാ, സ്പീഡ് ഇറ്റ്സ് ഇൻക്രീസിംഗ്. സ്ഥലത്തെത്തിയില്ലേ? ഇറങ്ങ. ഓ, കേറുന്നില്ലേ? ഇല്ല, എനിക്ക് പോണം. ഞാൻ പിന്നെ വരാം. ബൈ. ഗുഡ്. ജിച്ചേട്ടാ, അടി ഉണ്ടാക്കിയത് പോരാൻ ഓടിപ്പോയേക്കുന്നു. ജിതിൻ കൃഷ്ണ വംശി അത് മായിച്ച് ജെനി വംശിയാക്കാൻ അധികം ദൂരമില്ല. തേജസ്ന്ദ്രത്തെ ഈ കയ്യിൽ വെച്ച് പൊറപ്പിക്കുന്നു. ജെനി പറയുന്ന വാക്ക്. ഹലോ എറിക്, നീ എന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു? സർ, ഒന്നും തോന്നരുത്. JK സർ അവരുടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. What the fuck? അവൻ സ്ഥിരം ശർമ്മ പരീക്ഷിക്കുകയാണ്. ജിത്തു, അവരിപ്പോ എവിടെയാ? ബ്രോഡ് വാലി കോഫി ഷോപ്പ്. ഓക്കെ, ഞാൻ വരാം. What's all about the, you know? No, it's kind of Jiten. Let's go right now. What the heck? Who are you to do this? ഞാൻ ആരാണെന്ന് നിനക്ക് വീട്ടിൽ കാണിച്ചു തരാം. Now shut up and come with me. Who the fuck are you to stop me? Cool down, man. എന്റെ ഫ്രണ്ടിന്റെ ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇവനോട് മര്യാദ കാണിച്ചതാണ്. Pranav, no. Leave him. You know this person, Jehu? Seems like you're that crazy ex-boyfriend, right? No, he's
He's just my guardian. Nothing else. Oh, Guardian. Hello, Mr. തേജസ് ജാംഷ്. Yep, you got a big ass name, bro. Anyways, Tejas, തനക്ക് ഗാർഡിയന്റെ പണി ചെയ്താൽ പോരെ, തന്റെയും തള്ളയുടെയും പണി ഏറ്റെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിന്റെ തന്തയും തള്ളയും മര്യാദയ്ക്ക് വളർത്താത്തതും നിന്റെ ഗാർഡിയൻ നിന്നെ പറക്കാൻ വിടുന്നതുമൊക്കെ നിനക്ക് നോർമലായിരിക്കും. എനിക്കങ്ങനെയല്ല. അപ്പോ പ്രണവ് അല്ലെ? പ്രണമോൻ ഇവിടെ ഫ്രീഡം കാണിച്ച് പാല് കുടിച്ചിരിക്കും. ആൻഡ് ജിതൻ, ഐ നീഡ് എ ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻ. Tejas, I'm gonna kill you. എന്നെ വിട്. Tejas, എന്നെ വിട്. വിടാൻ എനിക്ക് താല്പര്യമില്ല. എന്താന്ന് വെച്ചാ ശരി, പക്ഷെ എന്റെ കൈ ജിത്തു, why are you behaving like this? This is not my baby. This is not my baby. ഞാൻ ജെനിയെ പാസഞ്ചർ സീറ്റിൽ ഇരുത്തിയതാണ് പ്രശ്നം. എന്നാൽ ഇനി മുതൽ യു വിൽ ബി മൈ പാസഞ്ചർ പ്രിൻസസ്. അത് മാത്രല്ലെങ്കിലോ അവൾക്ക് കാറ് കൊടുത്തതാണോ? നിന്റെ പൊന്നു ബേബി, നിന്റെ ഗ്യാരേജിൽ നീ എപ്പോഴും പോയിട്ടുണ്ട്? ഇല്ല. എന്നാൽ ഇന്ന് ഗ്യാരേജിൽ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? വെയിറ്റ് ആൻഡ് വാച്ച്. ഇത് ഹാർലി ഡേവിഡ്സൺ, ഈ ലോകത്തെ ഏറ്റവും കോസ്റ്റ്ലിയായ ബൈക്സിലൊന്ന്. നിനക്ക് ബൈക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് നേരത്തെ കേട്ടൻ പറഞ്ഞു. സോ മൈ ബേബി ബോയ്, ദിസ് ഡിസേർവ്സ് ഫോർ യു നൗ. ഓൾസോ നീ ഇപ്പോ ഈ വണ്ടി എടുത്ത് നൈറ്റ് റൈഡിന് പൊക്കോ. എനിക്ക് ഹാർലി ഡേവിഡ്സൺ. അപ്പൊ നിങ്ങൾക്കോ? ഞാൻ പിന്നാലെ സ്കൂട്ടിയിൽ വരാം. സ്കൂട്ടിയോ? എന്തേ, എനിക്ക് സ്കൂട്ടിയിൽ വന്നൂടെ? നീയൊക്കെ ഓടി നടക്കുന്ന കാലത്ത് കാശുണ്ടാക്കാൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചാ ഈ വംശം നടന്നത്. അന്ന് എന്റെ അന്നം സ്കൂട്ടിയിൽ ഡെലിവറി ചെയ്തായിരുന്നു. അതുകൊണ്ട് വംശയ്ക്ക് സ്കൂട്ടിയിൽ ഓടിക്കുന്നത് ഒരു പുച്ഛമേ അല്ല. ഇപ്പഴാണ് നിങ്ങൾ ശരിക്കും അപ്പാപ്പനായത്. ഇനി നീ മിണ്ടിയാൽ നിനക്ക് കർഫ്യൂ സ്റ്റാർട്ട്സ്. അയ്യോ വേണ്ടേ, കിട്ടിയ ഫ്രീഡം എങ്കിലും മുതലാക്കട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ ബേബി? Sorry for everything that happened today. It's okay. I forgive you for that. അപ്പോ തുടങ്ങിയാലോ? എന്ത്? Fire in your eyes, but your heart won't show. You wear your walls like a second skin.
truth behind your disguise. A love unspoken but burning inside. No need for words, no need for lies. One day you'll stand by my side. Secret husband, my only vow. Loving you in whispers, but I want it out loud. Secret husband, lost in the night. But love like this should live in the light. Secret husband, fading its ഇതാരാ ഈ നേരത്ത്? എടുക്ക്. ഹലോ, വാട്ട്? ഓക്കെ, ഐം കമ്മിങ്. എന്ത് പറ്റി? എനിക്ക് ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണുള്ളത്. സോ ഓ, ഞാനും വരാം. വിശാൽ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, അവളൊന്ന് തെന്നി വീണതാ. ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ. ഓഹ്, ഭാഗ്യം. കാണാൻ പറ്റും? ആ, ഒന്ന് തെന്നി വീണപ്പോഴേക്ക് അവൾക്ക് ഇത്ര അറ്റൻഷനോ? ജെനി, ജുജേട്ടാ, എന്താ മോളെ ഇത്? ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ? അത് അറിയാതെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഹാപ്പിയായി ചാടി ചാടി നടന്നപ്പോ. സാരമില്ല. ബാക്കി ചേട്ടന്മാരെയൊക്കെ കണ്ടോ? വിഷ്ണുവിനെ കണ്ടില്ല. ശുചിയാ എന്നെ അഡ്മിറ്റ് ചെയ്തേ. ഇനി ഇങ്ങനത്തെ കുരുത്തക്കേടുകൾ ഒപ്പിക്കരുത് കേട്ടോ. പിന്നെയും കയറി പിടിക്കാൻ പോയിരിക്കും. നീ വന്നതുപോലും നോക്കിയിട്ടില്ല, കൊച്ചുമാറി. അവളുടെ നോട്ടൊട്ടും ശരിയല്ല. പക്ഷെ ജിത്തു, ഒരു കാര്യമുണ്ട്. അവൾക്ക് ഇവൾ സഹോദരിയായിരിക്കും, പക്ഷെ അവൾക്ക് ഇവരെ അങ്ങനെയല്ല. അവൾ ഇവരെ പുരുഷന്മാരെ തന്നെയാണ് കാണുന്നത്. ജീവ പറഞ്ഞതിലും കാര്യമുണ്ട്. അവിടുത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇറ്റ് ഇസ് സോ 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 വിയർഡ്. എന്ത് പറഞ്ഞാലും എന്താ, നമുക്കൊരാളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. പോകേണ്ടവരൊക്കെ പോകും, എങ്ങനെയാണേലും, അല്ലേ? ഇഷ്ടപ്പെടുന്നയാളെ അങ്ങ് വിടണം. അയാൾക്ക് നമ്മളെ ഇഷ്ടമാണേ തിരിച്ചു വരും. അല്ലെങ്കിൽ ഏതവളുടെയോ അവന്റെയോ കാലിന്റെ ഇടയിൽ അവർ തൂങ്ങും. ഓ, പ്രണവോ? എന്ത് പറ്റി? സ്വപ്നലോകത്താണല്ലോ. എന്താ ഇവിടെ? അതെന്റെ ഗാർഡിയൻ ഒരാളെ കാണാൻ വന്നതാ. ഓ, that guardian again. ആ ഗാർഡിയൻ ചെല്ലുന്നിടത്തെല്ലാം ചെല്ലാൻ നീ പട്ടിക്കുട്ടിയാണോ? എനിക്കറിയുന്ന ജീവൻ എന്ത് ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അയാളുടെ സൈഡ് എഫക്ട്സ് നിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ കാണാനുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. നിന്നെ എന്നെ രണ്ടാമതാശിത്തു ഞാൻ കാണുന്നത്. യു ഹാവ് ടു ബി സ്ട്രോങ് ജീവ. അയാൾക്ക് ശരിയല്ല. നിന്നെ പൂട്ടി വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നീ ഇപ്പൊ ക്ലബ് പാർട്ടീസിനൊക്കെ പോകുന്നത് കുറവാന്ന്. Don't let that man tie you up, Jihu. അതിനാണ് ഡിസിപ്ലിൻഡ് ആക്കുക എന്ന് പറയുന്നത്. Oh, hi Jihu's guardian, so called. സോ കോൾ ഗാർഡിയനേക്കാൾ ഉപരി ഞാൻ ഇവന്റെ ഭർത്താവാണ്. ഓ, വെറുതെ അല്ല നീ പൂട്ടിക്കെട്ടി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇവനെ എതിർത്ത് പറയേണ്ടതാ. അതുമില്ല. വായു നല്ല രീതിക്ക് പൊത്തിവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രണവ്, സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് വേ, ഓക്കെ? നിനക്കറിയോ ജിഹു, നിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ കണ്ടിട്ടില്ല. And it sucks to see you that. I guess we have to thank him. മോനെ പ്രണവേ, നീ വല്ലാണ്ടങ്ങ് കയറി നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആരടാ മോനെ നീ? ഇവന്റെ മുൻകാമുകനോ അല്ല അവന്റെ ചുറ്റിക്കളിയോ? എന്നതോ ആവട്ടെ, ഇപ്പോൾ അവൻ ഈ തേജസ്വം ശിന്ദ്രയുടെ പ്രോപ്പർട്ടിയാണ്. എനിക്ക് പണ്ട് എന്റെ പ്രോപ്പർട്ടീസിന് തൊട്ട് കളിക്കുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. അങ്ങ് തീർത്ത് കളഞ്ഞേക്കും. പിന്നെ ഇവനെ എങ്ങനെ വളർത്തുന്നു, എങ്ങനെ നോക്കുന്നു, അതെല്ലാം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ കൊണ്ട് വഴിയിൽ നടന്നു വന്ന ചാവാലപ്പട്ടിക്ക് കെയർ ചെയ്യാൻ വേണ്ടിയല്ല. ചിലക്കാതെടാ പ്രണവ് മോനെ, നീ ആദ്യം കളിക്കുന്നത് ആരോടാണെന്ന് ഒന്ന് റിസർച്ച് ചെയ്, എന്നിട്ട് കളിക്കാൻ വാ. അല്ലാതെ ആളറിയാതെ കളിച്ചാല്
അണ്ണാൻ വാ വിളിക്കുന്നത് പോലെ ആയിപ്പോ പണിയിട്ട് പോകും ഞാൻ എന്റെ ക്രൂവും. സോ ബി മൈൻഡ്ഫുൾ ഇഫ് യു ട്രൈങ് ടു ഇന്റർഫിയർ ഇൻ അതേഴ്സ് ബിസിനസ്. ഗോഡ് ദേ വാ പോവാം. മതി പ്രസംഗിച്ച. എന്നാലേ ചേട്ടൻ പോട്ടെ. ദേ ഭാര്യ പിണങ്ങി പോവുക അതാണ്. നീ പോടാ പോ തേജസ്വംശി. നിന്റെ പ്രോപ്പർട്ടിയെ പബ്ലിക് ആക്കാൻ വലിയ സമയമൊന്നുമില്ല. എന്തായിരുന്നു അവിടെ? ആ ചക്കഞ്ഞേറ് നമ്മുടെ ഇടയിൽ തല്ലുണ്ടാക്കാൻ നോക്കിയതൊന്നും നീ കാണുന്നില്ല? ആ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ എപ്പോഴും കൺട്രോളിങ് ആവേണ്ടിരുന്നേ. നിങ്ങൾക്ക് എന്തു ആവാം, എവിടെ വേണേലും പോവാം, വരാം. എനിക്കാമോ റെസ്ട്രിക്ഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഹി ജസ്റ്റ് സെഡ് വാലിഡ് പോയിന്റ്സ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാ പോരായിരുന്നില്ലേ? എന്തിന് ഇഗ്നോർ ആക്കാനോ? ആദ്യം തൊട്ടേ പറയുന്നതാ ആ ഡൈവോഴ്സ് തന്നേര് ശല്യം ചെയ്യത്തില്ല എന്ന്. നിങ്ങളെന്നില്ല വാശി പിടിച്ച് കെട്ടിപ്പൊട്ടി വെച്ചേക്കുന്നേ. അതെ, കെട്ടിപ്പൊട്ടി വെച്ചത് തന്നെയാ. നീ അത്രയ്ക്കും പ്രീഷ്യസ് ആൻഡ് പ്രൈസ്ലെസ് ആയതുകൊണ്ട് ദിവസങ്ങൾ കടക്കുന്നതിന് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക നിന്നെ നോവിക്കാൻ വേണ്ടി. അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന എന്നെ വേണം പറയാൻ. നീ ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് എന്താ കിട്ടിയെന്ന്? നത്തിങ്, സീറോ. I fucking love you to the core and you will never know about it. Will never understand about it. ലവ് യു ആയിരുന്നു ഞാൻ ആരെയും അടുപ്പിക്കാനും കെട്ടിപ്പിടിപ്പിക്കാനും ഒന്നും പോകത്തില്ല. ഞാൻ ഒരാളോട് സംസാരിക്കാൻ പോയാൽ അതിന്റെ ഇടയിൽ കയറും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാം, ഉമ്മ കൊടുക്കാം, കറങ്ങി നടക്കാം. ആർക്കറിയാം ഏതവരുടെ കാലിന്റെ ഇടയിൽ. നീ ആ കുട്ടിയെ വലിച്ചെടുക്കുകയാണോ? നാണമുണ്ടോ? എന്റെ അനിയത്തെ പോലെ നോക്കുന്ന അവളെ. നിങ്ങൾക്ക് അനിയത്തി, അവൾക്ക് നിങ്ങൾ അനിയത്തിയൊന്നുമല്ല. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റോണിക് ഷുഗർ ഡാഡി അലോങ് വിത്ത് അതർ 3 men. അവളുടെ നോട്ടവും പിടിത്തവും ജെന്നി. നിങ്ങളൊരു മണ്ടനായ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. കൊണ്ടത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് മാത്രം. തന്റെ പാതി വിട്ടു പോകുന്നുണ്ടോ എന്ന് മറുപാതിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. വിട്ടു പോകുന്ന പാതിക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. മടുത്തു. സ്റ്റാർട്ട് ദി കാർ. ഓ വന്നോ? നേരത്തെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ ജൻ? ലോസ് ഏഞ്ചൽസിൽ നിന്നും വരാൻ ഇത്തിരി പണിയാ. You know, right? എന്തായി? എന്ത്? ആ പരട്ട ജയിക്കെ ജിതിൻ കൃഷ്ണ. ഭയങ്കര ത്രെറ്റൻഡ് ആയിട്ടാണല്ലോ നീ പറയണേ. പിന്നല്ലാതെ ത്രെറ്റൻഡ് ആവണ്ടെന്നാണോ നീ പറയണേ? അതിന് അവരുടെ ഒരു കോൺട്രാക്ട് മാരേജ് മാത്രമാണ്. കോൺട്രാക്ട് മാരേജ്? അവിടെ നിന്നേക്കാൾ 3 വയസ്സോളം മൂപ്പ് മാത്രമേ ഉള്ളൂ. 2.5 കൊല്ലം മുന്നേ ഷിതിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തേജസിന്റെ അടുത്ത് ഗാർഡിയൻ പ്ലസ് ഹസ്ബൻഡ് ആവാൻ വേണ്ടി അവസാന ആഗ്രഹമായിട്ട് ചോദിച്ചു. തേജസ് അതിന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ തന്തക്ക് അങ്ങനെ പറഞ്ഞാൽ മേലായിരുന്നു. ചത്തുപോയാലൊരു ഉപകാരം ഇല്ലല്ലോ അയാളെ കൊണ്ട്. അതിന് ജേക്കയുടെ ഫാദർ തേജസുമായിട്ട് എന്താ ബന്ധം? ജിത്തിന്റെ ഫാദർ തേജസിന്റെ ഗോഡ് ഫാദർ പോലെയായിരുന്നു, പ്ലസ് ടീച്ചർ. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോ കിട്ടിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? Why do you want Tejas? That's a long story, Pranav. 4 years. 4 കൊല്ലം മുന്നേ ഞാൻ നോക്കി വെച്ചതാ. 4 പേരെയും വേണമായിരുന്നു എനിക്ക്. ഒരെണ്ണാദ്യം പോയി, പിന്നെ രണ്ടാമതും പോയി. വിശാലാണെങ്കിൽ നിരാശ കാമുകനെ പോലെ നടക്കുന്നു. ആകെ എനിക്ക് പൊട്ടൻഷ്യലായി തോന്നി തേജസ് മാത്രമായിരുന്നു. ഇന്നലെ മറ്റവൻ വരുന്നത് വരെ 20 വയസ്സാകുമ്പോഴേക്കും അയാളെന്റെ കൈപ്പിടിയിലാക്കണം എന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മൈരം വന്ന് സീക്രട്ട് ഹസ്ബൻഡ് പോലും. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ ജേനി സമ്മതിക്കത്തില്ല. തേജസ്സിനോട് എന്തൊക്കെ ഈ ജേനി ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ കൊണ്ട് തന്നിട്ടേ ഉള്ളൂ. അതേപോലെ എനിക്ക് തേജസ്സിനെ സ്വന്തമാക്കണം. അതിന് ജിതിൻ കൃഷ്ണയെ കളയണം. ഓൾസോ നിനക്ക് ജിതിനോടുള്ള ഉദ്ദേശം എനിക്കറിയാം പ്രണവ്. നല്ലവൻ ചമയല്ലേ? ജിതിനെ വളച്ച് ലോസ് ഏഞ്ചലസിൽ കൊണ്ടുപോയി അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ വിൽക്കാനല്ലേ? Don't forget who am I. I'm Jenny, nightmare of that bastard ജിതിൻ കൃഷ്ണ. അവനെ ഇല്ലാതാക്കാൻ ഏതറ്റവും ഞാൻ പോകും. അവനെ കുറിച്ചുള്ള എന്ത് ഇൻഫർമേഷൻസും ഞാൻ തപ്പി കണ്ടുപിടിക്കും. പ്രണവേ, അവന്റെ ഹൈസ്കൂൾ ടൈമിലെ നിനക്ക് അവന്റെ മേലുള്ള കണ്ണിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടതാ. അപ്പൊ മോളെ മുന്നിട്ട് ഇറങ്ങിയതാണല്ലേ?
യെസ്, എന്തൊക്കെ ഗെയിംസ് ആണെന്നറിയോ ഈ ജെനി കളിക്കാൻ പോനെ? നീയും ഈ കാണുന്നവരും അത് കാണാൻ പോകുന്നേ ഉള്ളൂ. തേജസ് വംശി ഇന്ദ്ര, he is mine. വെൽക്കം ടു മൈ യാപ്പിംഗ് സെഷൻ. അങ്ങനെ നമ്മുടെ ജെന്നിമോളുടെ ശരിക്കുള്ള സ്വഭാവം, നമ്മുടെ പ്രണമോൻ്റെ ശരിക്കുള്ള സ്വഭാവമൊക്കെ മനസ്സിലെന്നൊക്കെ വിചാരിക്കുന്നു. വളരെ അപ്രതീക്ഷിതം അല്ലാത്ത രീതിയിലുള്ളൊരു അപ്ലോഡാണെന്ന് എനിക്ക് അറിയാം. ആൻഡ് ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് നേരെയില്ല. എനിക്ക് നേരെയില്ല ഗൈസ്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആസ് ഓൾവേസ് ഞാൻ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ഇട്ടില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കുഴപ്പമില്ല, എനിക്ക് കമൻറ്റ് കാണും. ലൈക്ക് എനിക്ക് ഇഷ്ടമാണ്. നല്ല നല്ല വെറൈറ്റി കമൻസൊക്കെ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നറിയോ? ഏറ്റവും ലോവസ്റ്റ് വ്യൂ ഉള്ള വീഡിയോയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ കമൻസൊക്കെ വേണം. ഐ നീഡ് കമൻസ്. ഐ വാണ്ട് ടു റീഡ് യു ഗൈസസ്. എന്താണ് നിങ്ങളുടെ കൃതികൾ എനിക്ക് കാണണം. അതുകൊണ്ടാണ് ഞാൻ പോട്ടെ. ഇനി ഞാൻ ഏതേലും ഒരു ദിവസം വരാം. ബൈ.